ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ആദിത്യ ദശാകാലം ജാതകത്തിൽ ശോഭനമല്ല എങ്കിൽ നമ്മൾ ഞായറാഴ്ച വ്രതമെടുത്താൽ നമുക്ക് സമ്പന്നതയും ഐശ്വര്യവും ലൗകിക സുഖങ്ങളും എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ചിലവർക്ക് ജാതകത്തിൽ ആദിത്യ ദശാകാലം സൂര്യദശാകാലം വളരെ മോശമായിരിക്കും. അങ്ങനെയുള്ളവർക്കും ആദിത്യ ദശാകാലം അനുകൂലമായിട്ടുള്ളവർക്കും എടുക്കാൻ പറ്റുന്നൊരു വ്രതമാണ് ഞായറാഴ്ച വ്രതം. ഈ സർവ്വ പാപകരവും ഐശ്വര്യപ്രദവുമായൊരു വ്രതമാണ് ഞായറാഴ്ച വ്രതം. ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്തി വ്രതം നോറ്റു കഴിഞ്ഞാൽ ചൊറി, ചിരങ്ങ്, കുഷ്ഠം, നേത്രരോഗം, കണ്ണിന് കാഴ്ചമങ്ങ, കണ്ണിൻ്റെ അസുഖങ്ങൾ, ഇതുപോലെയുള്ള കഠിനമായ രോഗങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ മാറ്റം സംഭവിക്കാനും അതിന് ശമനം വരാനും പറ്റുന്ന ഒരു വ്രതമാണ് ഞായറാഴ്ച വ്രതം. ഈ ഞായറാഴ്ച വ്രതം ആദിത്യ ദശാകാലമുള്ളവർ ഞായറാഴ്ച വ്രതം എടുത്തു കഴിഞ്ഞ് അത് വിധിയാൻ വണ്ണമെന്ന് മത്സ്യമാംസം കഴിക്കാതെ എണ്ണ തേച്ച് കുളിക്കാതെയും പൂർണ്ണ ഉപവാസത്തോടു കൂടിയൊക്കെ ഞായറാഴ്ച വ്രതം നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ആദിത്യ ഭഗവാന്റെ പ്രീതി കൊണ്ട് വളരെയേറെ ധനധാന്യ സമൃദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചിട്ട് ചുവന്ന പുഷ്പം കൊണ്ടും 7 ഞായറാഴ്ച നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക. 7 ഞായറാഴ്ച വ്രതം അനുഷ്ഠിച്ചിട്ട് 7ാമത്തെ ഞായറാഴ്ച ചുവന്ന പൂക്കൾ കൊണ്ട്, ചുവന്ന ചെത്തിപ്പൂവോ മറ്റു പൂക്കൾ കൊണ്ടോ രക്തചന്ദനം കൊണ്ടോ ആദിത്യ പൂജ ചെയ്യുക. അല്ലെങ്കിൽ ആദിത്യ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നവഗ്രഹത്തിന് ആദിത്യ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഉപ്പ്, എണ്ണ ഭക്ഷണത്തിലാണെങ്കിലും ശരി, തലയിൽ തേച്ച് കുളിക്കാനായാലും ശരി എണ്ണ ഉപയോഗിക്കരുത്. ഉപ്പ് അധികം കഴിക്കാതിരിക്കുക. അന്നത്തെ ദിവസം ഉപ്പ് ഉപയോഗിക്കാതെ മധുരം മാത്രം കഴിക്കാൻ നോക്കുക. ഉപ്പ്, എണ്ണ ഇവ ഉപയോഗിക്കാൻ പാടില്ല. ഞായറാഴ്ച വ്രതം എടുക്കുന്നവർ ഉപ്പ്, എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. വ്രതത്തിന്റെ പൂർണ്ണ ഒരു ഫലദാനത്തിന് വേണ്ടി ഇത് വളരെ നല്ലതാണ്. ജാതകത്തിൽ ആദിത്യ ദശാകാലം ദോഷമുള്ളവർ ഇത് അനുഷ്ഠിക്കുന്നത് കൊണ്ട് കൂടുതൽ ഗുണങ്ങളും, ആദിത്യ ദശാകാലം അനുകൂലമുള്ളവർ ഈ ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണാനുഭവങ്ങളും വരുമെന്നുള്ള കാര്യം തർക്കമറ്റ വിഷയം തന്നെയാണ്.